ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ മുഖക്കുരു അഥവാ പിമ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ വേഗത്തിൽ ആ പാട് പോലും ഇല്ലാതെ തന്നെ അത് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഈസി ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. പിമ്പിൾസ് വന്നു കഴിഞ്ഞിട്ട് പലർക്കും അത് പഴുക്കുകയും ചുവക്കുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിനെല്ലാത്തിനും നല്ലൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ. ഇത് എല്ലാത്തരം ചർമ്മക്കാർക്കും സ്കിൻ ബ്രൈറ്റനിങ്ങിനും വൈറ്റനിങ്ങിനും ഒക്കെ ഉപയോഗിക്കാം. ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള റോസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റെമഡി നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്ക് ഒന്നല്ലെങ്കിൽ 2 റോസാപ്പൂക്കൾ എടുക്കാം. നമുക്ക് എത്രത്തോളം അളവിൽ അത് അപ്ലൈ ചെയ്യണം എന്നുള്ള അനുസരിച്ച് എടുക്കാം കേട്ടോ. റോസാപ്പൂവിൻ്റെ ഇതളുകളാണ് നമുക്ക് എടുക്കേണ്ടത്. ഇത് ഒന്ന് കഴുകിയൊക്കെ എടുക്കാം. എക്സിമ, സോറിയാസിസ് എന്നിവ സുഖപ്പെടുത്താൻ നല്ലതാണ് റോസാപ്പൂ. അതുപോലെ തന്നെ കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ചർമ്മത്തിൻ്റെ ചുളിവുകൾ ഒക്കെ മാറ്റി സാഗിങ് ഒക്കെ മാറ്റാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഞാനിവിടെ 2 റോസാപ്പൂക്കളുടെ ഇതളുകളാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് യൂത്ത്ഫുൾ ഗ്ലോ കിട്ടാനൊക്കെ സഹായിക്കും. പാലിലടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യിക്കാനായിട്ട് സ്മൂത്ത് ആക്കാനും ഒക്കെ നല്ലതാണ്. റോസപ്പൂവിന് നമ്മുടെ ചർമ്മകോശങ്ങളെ പുനർജീവിപ്പിക്കാനും ഒക്കെ കഴിവുണ്ട്. അപ്പോൾ അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്രീ റാഡിക്കലുകളൊക്കെ നിർവീര്യമാക്കാനായിട്ടും നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് 3-4 പീസ് ഏത്തപ്പഴം കിട്ടുമെങ്കിൽ അതെടുക്കുക. ഞാനിപ്പോൾ ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. എനിക്കിപ്പോൾ പിമ്പിൾസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല ഇപ്പോൾ തൽക്കാലം. അതുപോലെ തന്നെ നൈറ്റിലാണ് ഇപ്പോൾ ഞാൻ, അതുകൊണ്ട് കയ്യിലാണ് ഞാൻ ഇട്ട് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ആൻറ്റി ഏജിങ്ങിനും സ്കിൻ ഗ്ലോ ആകാനും ഒക്കെ നമുക്ക് ഏത് പഴമാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഏത്തപ്പഴം മസ്റ്റല്ല, ഏത് പഴമായാലും മതി. ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് നമുക്ക് അടിച്ചൊരു പേസ്റ്റ് പരുവത്തിന് നമുക്ക് എടുക്കാവേ. വാഴപ്പഴത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് വരണ്ട ചർമ്മക്കാർക്ക് അതൊക്കെ ഈർപ്പമുള്ളതാക്കാനും വരകളും ചുളിവുകളും ഒക്കെ മാറാനായിട്ടും സഹായിക്കും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കാണിക്കാം. ഈ ഒരു പാക്ക് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ മുഖക്കുരുവും പാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനായിട്ടും വരാതെ ഇരിക്കാനായിട്ടും സഹായിക്കും. അപ്പോൾ മുഖക്കുരു വരുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പം ഞാനിത് കൈകളിലാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഫേസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാക്കുകളൊക്കെ ഉപയോഗിക്കും. പക്ഷേ കൈകൾ പലപ്പോഴും വിട്ടുപോയിട്ട് കൈകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കാണുക. അതുകൊണ്ട് ഞാനിതിപ്പോൾ കൈകളിലിടാനാണ് പോകുന്നത്. ഇത് ഭയങ്കര നല്ല റിസൾട്ടായിട്ടാണ് എനിക്കിത് അപ്ലൈ ചെയ്തിട്ട് തോന്നിയത് കേട്ടോ. നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് സ്മൂത്ത് ആയതുപോലെയും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയും അതുപോലെ ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടിയിട്ടുള്ളൊരു പാക്കാണ് ഇത്. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിമ്പിൾസ് ഒക്കെയുള്ളവർ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്തോളൂ. അവർക്ക് സ്കിൻ ബ്രൈറ്റ്നസ് പ്ലസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നമുക്കൊരു 15 മിനിറ്റ് നേരം അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം. നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്താൽ മതി. ധാരാളം വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയാം. നമുക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു കിടിലൻ ചേഞ്ച് നമ്മുടെ സ്കിന്നിലുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ, നിങ്ങളുടെ റിസൾട്ട് ഉറപ്പായിട്ടും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ഇത് വെറും ഒരു സ്കിൻ ബ്രൈറ്റനിങ് പാക്ക് മാത്രമല്ല, കൊളാജൻ ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഫ്രീ റാഡിക്കലുകൾ നിർവീര്യമാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിന്നിൽ കൂടുതൽ പ്രോബ്ലംസ് വരുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് റോസാപ്പൂ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് റോസ് വെച്ചിട്ടുള്ളവർക്ക് 1 റോസാപ്പൂ എങ്കിലും കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.